GK കിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പിലേക്ക് ഇന്ത്യ അയക്കുന്ന ആദ്യ ഔദ്യോഗിക ടീം ഏതാണ്? ഉത്തരം പിക്കിൾ ബോൾ ടീം. 2025 മാഗ്സസെ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ NGO ഏതാണ്? ഉത്തരം എഡ്യൂക്കേറ്റ് ഗേൾസ്. 25ാമത് കോമൺവെൽത്ത് ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ 13 മെഡലുകൾ നേടി ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. കാഠ്മണ്ഡു താഴ്വരയിലെ തുണ്ടിഖേലിൽ നടക്കുന്ന പ്രശസ്തമായ മേള ഏതാണ്? ഉത്തരം മഹാഗൗര പർവ് മേള. ഗോത്രഭാഷകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി പവേർഡ് ട്രാൻസ്ലേറ്റർ ആരാണ് ഉടൻ പുറത്തിറക്കുക? ഉത്തരം ഗോത്രകാര്യ മന്ത്രാലയം. 2025 ഓഗസ്റ്റ് 30 പാപ്പുവ ന്യൂ ഗിനിയയുടെ 50ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ? ഉത്തരം ASW കോർവെറ്റ് INS കാഡ്മാറ്റ്. 2025-26 സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച എത്ര ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം 7.8%. അരുണാചൽ പ്രദേശിൽ സൈന്യവും IDBPയും ചേർന്ന് പൂർത്തിയാക്കിയ അഭ്യാസം ഏതാണ്? ഉത്തരം അച്ചൂക് പ്രഹാർ. 2025 ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര സ്വർണ്ണ മെഡലുകളുമായി ഒന്നാമതെത്തി? ഉത്തരം 50. 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ സഖ്യത്തെ നയിക്കുന്നത് ആരാണ്? ഉത്തരം നീരജ് ചോപ്ര. 2025 സെപ്റ്റംബർ 1 മുതൽ 14 വരെ ഇന്ത്യയും US-ഉം നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് എന്താണ്? ഉത്തരം യുദ്ധ് അഭ്യാസ് 2025. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചറിൽ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയി ആരാണ് ചുമതലയേറ്റത്? ഉത്തരം ശ്രീമതി TCA കല്യാണി. BWF ലോക ചാമ്പ്യൻഷിപ്പിന്റെ 2026 പതിപ്പിന് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിക്കുക? ഉത്തരം ഇന്ത്യ. വാസുകി നാഗിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു സാംസ്കാരികവും മതപരവുമായ ഉത്സവമായ മേളപ്പാട്ട് നടത്തുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ജമ്മു കശ്മീർ. പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം കിഴങ്ങ് ഏതാണ്? ഉത്തരം ഡയോസ്കോറിയ ബാലകൃഷ്ണനി. 35 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദ ഭവാനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ബുദ്ഗാം. കാമം കൂടുതലുള്ള പുരുഷന്മാരുടെ പ്രത്യേകത എന്താണ്? ഉത്തരം അവിഹിതം. വികാരം മടക്കി വയ്ക്കാൻ കഴിയാത്ത പുരുഷന്മാരുടെ പ്രത്യേകത എന്താണ്? ഉത്തരം രോമം കൂടുതൽ. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുന്നത് ലൈംഗിക ബന്ധത്തിനിടയിൽ ഏത് കാര്യം ചെയ്യുമ്പോഴാണ്? ഉത്തരം സ്തന മസാജ്. രാജ്യത്തെ ആദ്യ മൊബൈൽ ടെമ്പേർഡ് ഗ്ലാസ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം നോയിഡ. 2025 ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണ്?
ഉത്തരം ഓസ്കാർ പിയാസ്ട്രി. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ രാഷ്ട്രത്തലവന്മാരുടെ കൗൺസിലിന്റെ 25ാമത് യോഗം എവിടെയാണ് നടന്നത്? ഉത്തരം ടിയാൻജിൻ. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ കലാകാരി ആരാണ്? ഉത്തരം വിദുഷി വി ദീക്ഷ. കേരളത്തിൽ നിന്ന് ആദ്യമായി ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈ ഇനങ്ങൾ ഏതെല്ലാം? ഉത്തരം കരിമുണ്ട, പന്നിയൂർ 1. ഇന്ത്യയിൽ 2024-25 വർഷത്തിൽ സമുദ്രോൽപാദന കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. 2025 സെപ്റ്റംബർ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകളുടെ ആദ്യ സെറ്റ് ആരാണ് കൈമാറിയത്? ഉത്തരം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 2025 സെപ്റ്റംബർ 2 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഇന്ത്യയുടെ അടുത്ത അംബാസിഡറായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം ഡോക്ടർ ദീപക് മിത്തൽ. വിയറ്റ്നാം അതിന്റെ 80ാം സ്വാതന്ത്ര്യ വാർഷികം ഒരു മഹത്തായ സൈനിക പരേഡോടെയാണ് ആഘോഷിച്ചത്. അത് ഉത്തരം ഹനോയ്. അടുത്തിടെ 800 പേരോളം ആളുകളുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം ഉണ്ടായത് എവിടെയാണ്? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ആഗോള സമാധാന സൂചിക 2025 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഐസ്ലാൻഡ്. ICC വനിതാ ഏകദിന ലോകകപ്പ് ചാമ്പ്യന്മാരുടെ പുതുക്കിയ സമ്മാനത്തുക എത്രയാണ്? ഉത്തരം 39.55 കോടി രൂപ. ലോക നാളികേര ദിനം എല്ലാ വർഷവും ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം സെപ്റ്റംബർ 2. UK-യിലെ ഏത് നഗരത്തിലാണ് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത്? ഉത്തരം ലിവർപൂളിൽ. അധിനിവേശ സേന സ്പെക്ടബിളിസിനെ ആദ്യമായി ഉന്മൂലനം ചെയ്യുന്നതിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. സംസ്ഥാന PSC-കളുമായി മികച്ച രീതികൾ പങ്കിടുന്നതിനായി ഒരു സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥാപനം ഏതാണ്? ഉത്തരം UPSC. 2025 സെപ്റ്റംബർ 22 മുതൽ GST കൗൺസിൽ എത്ര നികുതി സ്റ്റാമ്പുകളാക്കി ലളിതമാക്കിയിരിക്കുന്നു? ഉത്തരം 5%, 18%. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി കൈകോർക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ്? ഉത്തരം ടാറ്റ, മെർക്ക്. 2025 ദേശീയ അധ്യാപക അവാർഡുകൾക്കായി എത്ര അധ്യാപകരെയാണ് തെരഞ്ഞെടുത്തത്? ഉത്തരം 45 അധ്യാപകർ. ലൂയിസ് H. സള്ളിവന്റെ പൈതൃകത്തെ ആദരിച്ച് സെപ്റ്റംബർ 3 ആചരിക്കുന്ന ദിനം ഏതാണ്? ഉത്തരം സ്കൈ സ്ക്രാപ്റ്റർ ദിനം. ബാറ്ററി മാലിന്യവും മാലിന്യവും ഉപയോഗിച്ച് നിർണായക ധാതുക്കളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1500 കോടി രൂപയുടെ പ്രോത്സാഹന പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് ആരാണ്? ഉത്തരം കേന്ദ്ര മന്ത്രിസഭ. തുടർച്ചയായ 7ാം വർഷവും NIRF റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ സ്ഥാപനം ഏതാണ്? ഉത്തരം IIT മദ്രാസ്.
ഐക്യരാഷ്ട്രസഭാ യോഗത്തിന് മുന്നോടിയായി ആഗോള മാനസികാരോഗ്യ പ്രതിസന്ധിയെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ്? ഉത്തരം ലോകാരോഗ്യ സംഘടന. താങ്ക്സ് ഫോർ വാച്ചിങ്.